അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിഷാം ഇബ്നുൽ ആസ് മക്കയിൽ ഇസ്ലാമിലേക്ക് വന്ന പ്രഗത്ഭനായ ഒരു പ്രവാചക അനുചരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്ലാമിനെ എതിർക്കുന്നതിലും പ്രവാചകനോട് അങ്ങേയറ്റം ശത്രുത വെച്ച് പുലർത്തുന്നതിലും മുൻപന്തിയിലുണ്ടായിരുന്ന ആളായിരുന്നു. ആസ് ബിൻ വായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രവാചകനോട് വളരെ പുച്ഛത്തിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു. പ്രവാചകനോട് അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ആളായിരുന്നു. ഞങ്ങളെപ്പോലുള്ള യോഗ്യന്മാരെ ഉപദേശിക്കാൻ നിനക്കെന്താണ് അർഹത മുഹമ്മദെ എന്ന് പലതവണ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ചോദിച്ച അങ്ങേയറ്റം ഇസ്ലാമിനോടും പ്രവാചകനോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയ ആളായിരുന്നു ഹിഷാം ഇബ്നുൽ ആസിൻ്റെ പിതാവ്. മക്കയിലെ പ്രധാനിയായിരുന്നു. ഹിഷാം ഇബ്നുൽ ആസ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ തടവിലാക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ്. അദ്ദേഹം മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇളയ സഹോദരൻ കൂടിയാണ്. അങ്ങനെ അബ്സീനിയയിലേക്ക് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ആളുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹിഷാം. അബ്സീനിയയിലേക്ക് ഹിജറ പോയി. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ മദീനയിലേക്ക് ഹിജറ പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്ന ഉമർ ബിൻ ഖത്താബ്, അയ്യാഷ് തുടങ്ങിയ സഹാബികളുമായി ചട്ടം കെട്ടി മദീനയുടെയും മക്കയിലെയും ഇടയിലുള്ളൊരു വഴിയിൽ സന്ധിക്കാമെന്ന് പറയുകയും അവിടെ മൂന്നുപേരും എത്തിച്ചേരാം ഒരു സമയം നിശ്ചയിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടു, ഞാനും അയ്യാഷും നിശ്ചയിച്ച സമയത്തെത്തി. ആര് നിശ്ചയിച്ച സമയത്ത് എത്താതിരുന്നോ അദ്ദേഹം വരില്ല എന്ന് ഉറപ്പിച്ച് ഹിജറ പോകുക എന്നതായിരുന്നു ഞങ്ങളുടെ കരാർ. അങ്ങനെ ഹിഷാമിനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഇതേ സമയം ഹിഷാമിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ആളുകളും സിൽബന്ദികളുമായി ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തടവിലാക്കുകയാണ്. ഇരുമ്പിൻ്റെ ചങ്ങല കൊണ്ട് കാലുകളും കൈകളും ബന്ധിച്ച് വളരെ അത്യാവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം നൽകി നിരന്തരമായി ചാട്ടവാറുകൊണ്ട് പ്രഹരിച്ച് കുഫറിൻ്റെ വാചകങ്ങൾ ചൊല്ലാൻ നിർബന്ധിച്ച് പ്രവാചകനെ തള്ളിപ്പറയാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി വർഷങ്ങൾ അദ്ദേഹം മക്കയിൽ ജീവിച്ചു. അങ്ങനെ അദ്ദേഹം ചില ആളുകളുടെ സഹായത്തോടു കൂടി മക്കയിൽ നിന്നൊരു രാത്രി രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു കടന്ന് മദീനയിലേക്ക് അദ്ദേഹം യാത്ര പോയി. മദീനയിലെത്തിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. അദ്ദേഹം വന്ന് ഉടനെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അംർ ഇബ്നുൽ ആസും ഇസ്ലാമിലേക്ക് വന്നു. അത് ഹിഷാമിന് ഒരു കരുത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിക്കുകയും ഖുർആൻ ധാരാളമായി പഠിക്കുകയും പാരായണവും ചെയ്യുന്ന സഹാബിയായിരുന്നു അദ്ദേഹം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുകയും റോമക്കാരുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു ശരീരത്തിൻ്റെ എല്ലാ കഷ്ണങ്ങളും വേറിട്ട രീതിയിലായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ അംർ ഇബ്നുൽ ആസ് സഹോദരൻ്റെ മുറിഞ്ഞ ശരീര കഷ്ണങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഖബറടക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അംർ ഇബ്നുൽ ആസ് കഅബയിൽ വന്ന് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കയിൽ ആളുകൾ സംസാരിക്കുകയാണ്. ഹിഷാം ഇബ്നു വായിലിൻ്റെ മക്കളിൽ അംർ ഇബ്നുൽ ആസാണോ ഹിഷാം ഇബ്നുൽ ആസാണോ ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായ ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങൾ, സാലിഹ്യങ്ങളായ മനുഷ്യരാരാണ്? വെറുതെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം അംർ ഇബ്നുൽ ആസിൻ്റെ കാതിലെത്തി. തവാഫ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം വന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കാൻ യോഗ്യനായ ഒരാളുടെ മുന്നിലാണ് ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. എൻ്റെ അനുജൻ, എൻ്റെ ഇളയ സഹോദരൻ, ഞാനും യർമൂക്കിൽ പങ്കെടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. രക്തസാക്ഷിത്വം നൽകണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അവൻ്റെ പ്രാർത്ഥനയാണ് അള്ളാഹു കേട്ടത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, രക്തസാക്ഷിത്വത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട അദ്ദേഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചയിൽ എനിക്കതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയും. എൻ്റെ ഇളയ സഹോദരനാണ്, ഞങ്ങളുടെ
പിതാവിൻ്റെ മക്കളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന് അനുജനെക്കുറിച്ച് അമ്രുൽ ബ്ലാസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അമ്രുൽ ബ്ലാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ത്യാഗനിർഭരമായ, ഒരുപാട് കാലം തടവിലാക്കപ്പെട്ട് വലിയ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമായി അതിന് സ്വതന്ത്രമായപ്പോൾ പ്രവാചകനെയും ഇസ്ലാമിനെയും ഇസ്ലാമിക ആദർശത്തെയും അതിൻ്റെ ചിഹ്നങ്ങളെയുമെല്ലാം ജീവന് തുല്യം സ്നേഹിക്കുകയും രക്തസാക്ഷിത്വത്തോട് അങ്ങേയറ്റത്തെ അഭിനിവേശം വെച്ചു പുലർത്തുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു.